നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കൊച്ചി പുറംകടലിൽ മുങ്ങിയ MSC എൽസ 3 കപ്പൽ. ഈ കപ്പലിൽ നിന്നും ഒരുപാട് സാധനങ്ങൾ ഇപ്പോൾ കണ്ടെടുക്കുന്നുണ്ട്. അതായത് ഇത് തീരത്തണഞ്ഞതോടെ എന്തൊക്കെയാണ് ഈ കപ്പലിൽ നിന്ന് കിട്ടിയിരിക്കുന്നത് എന്നതടക്കമുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. പ്രത്യേകിച്ച് ശക്തികുളങ്ങര തീരത്തടിഞ്ഞ ചുവന്ന കണ്ടെയ്നറിൽ ചൈന ഗ്രീൻ ടീ ആണെന്നാണ് വിവരം. തീരത്തെത്തിയ കണ്ടെയ്നറിൽ നിന്ന് തേയിലപ്പൊടിയും കരയ്ക്ക് അടിഞ്ഞിട്ടുണ്ട്. തേയിലയുടെ മണവും വരുന്നുണ്ട് എന്ന് പ്രദേശവാസികൾ വ്യക്തമാക്കുകയുണ്ടായി. ഒരു കണ്ടെയ്നറിൽ മാത്രമേ തേയില ഉള്ളൂവെന്നും ബാക്കിയെല്ലാം ശൂന്യമാണ് എന്നുമാണ് ഈ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല, ഈ പ്രദേശത്ത് തന്നെ കപ്പലിനകത്ത് സൂക്ഷിക്കുന്ന റെസ്ക്യൂ ബോട്ടും അടിഞ്ഞിട്ടുണ്ട്. 28 പേർക്ക് സഞ്ചരിക്കാവുന്ന ബോട്ടാണ് ഇപ്പോൾ അടിഞ്ഞിരിക്കുന്നത്. ശരിക്കും ഈ ഒരു സംഭവത്തിന് പിന്നാലെ വലിയ രീതിയിലുള്ള ആശങ്കയാണ് ഉണ്ടായത്. പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള വസ്തുക്കൾ വന്നാൽ തൊടരുത്, അതിനടുത്ത് പോകരുത്, സ്ഫോടനാത്മകമായ വസ്തുക്കൾ ഉണ്ടാകും എന്നതടക്കമുള്ള മുന്നറിയിപ്പൊക്കെ കിട്ടിയതാണ്. കൊല്ലം ജില്ലയിലെ തീരപ്രദേശങ്ങളിലായി 18-19 കണ്ടെയ്നറുകൾ അടിഞ്ഞിട്ടുണ്ട്. പലതും പൊട്ടിയ നിലയിലാണ് അടിഞ്ഞിട്ടുള്ളത്. വാതിലുകൾ തുറന്നാണ് കണ്ടെയ്നറുകൾ പലതും അടിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അകത്ത് കാലിയായി കിടക്കുകയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല, ആലപ്പാട് അടിഞ്ഞ കണ്ടെയ്നറുകളിൽ നിന്ന് ഡഫൻഡ് ഗ്ലാസ്, വസ്ത്രങ്ങൾ തുടങ്ങിയവ പുറത്തു വന്നിട്ടുണ്ട്. ആലപ്പുഴയിലെ വലിയ അഴീക്കൽ ബീച്ചിന് വടക്ക് തറയിൽ കടവിന് സമീപം കണ്ടെയ്നർ അടിഞ്ഞു. ഈ കണ്ടെയ്നറിൽ പഞ്ഞിയാണ് എന്ന് കണ്ടെത്തിയിരിക്കുകയാണ്. ശക്തമായ തിരയിൽ പുലിമുട്ടിന്റെ പാറക്കെട്ടുകളിൽ തട്ടി കണ്ടെയ്നർ തകരുകയും അതിൽ നിന്ന് 60ഓളം പെട്ടികൾ പുറത്തേക്ക് വരികയും ചെയ്തു. പെട്ടികൾ ഒന്ന് തകർന്ന് അതിൽ നിന്ന് വെള്ളപ്പഞ്ഞി പോലുള്ള സാധനമാണ് പുറത്തേക്ക് വന്നത്. ഇത് തുണിത്തരങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പഞ്ഞിയാണെന്നാണ് പ്രാഥമിക നിഗമനം. എന്തെങ്കിലും രാസപദാർത്ഥമാണോ എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വന്നിട്ടില്ല. ബൾഗേറിയൻ കമ്പനിയായ സോഫിടെക്സിന് വേണ്ടിയുള്ള കണ്ടെയ്നർ ആയിരുന്നു ഇത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കസ്റ്റംസ് വന്ന് പരിശോധിച്ച ശേഷം ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഉണ്ടാകുകയുള്ളൂ. നാപ്കിൻ നിർമ്മാതാക്കളാണ് സോഫിടെക്സ്. കണ്ടെയ്നറിന് മുകളിലെ നമ്പർ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ കുറിച്ചെടുത്തിട്ടുണ്ടെന്നതും ശ്രദ്ധേയം. കണ്ടെയ്നർ നമ്പർ പരിശോധിച്ചാൽ ഉള്ളിൽ എന്താണ് എന്ന് വ്യക്തമാകുമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു. NDRF സംഘം കൊല്ലത്തേക്ക് എത്തും. ഇവർ വന്ന് പരിശോധിച്ച ശേഷം കണ്ടെയ്നറുകൾ നീക്കം ചെയ്യുമെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. കേരളത്തിന്റെ തീരത്ത് നിന്ന് 38 നോട്ടിക്കൽ മൈൽ അകലെയാണ് കണ്ടെയ്നറുകളായി വന്ന MSC എൽസ 3 എന്ന ലൈബീരിയൻ കപ്പൽ ചെരിഞ്ഞത്. കപ്പലിൽ ഉണ്ടായിരുന്ന 24 ജീവനക്കാരെ നാവികസേന അതിസാഹസികമായിട്ടാണ് രക്ഷിച്ചത്. കപ്പലിൽ നിന്ന് കടലിൽ വീണ കണ്ടെയ്നറുകളിൽ അപകടകരമായ രാസവസ്തുക്കൾ ഉള്ളതിനാൽ കൊച്ചി, തൃശൂർ, ആലപ്പുഴ, കൊല്ലം തീരപ്രദേശങ്ങളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശമടക്കം പുറപ്പെടുവിച്ചതാണ്. വിഴിഞ്ഞത്ത് നിന്ന് കൊച്ചിയിലേക്ക് പോയ കപ്പലാണ് ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. ലോലമായ പാരിസ്ഥിതിക സമുദ്ര ആവാസ വ്യവസ്ഥയാണ് കേരള തീരത്തുള്ളതെന്നിരിക്കെ ഡീസൽ, ഫർണസ് ഓയിൽ, കാൽസ്യം കാർബൈഡ് എന്നിവയുടെ ചോർച്ച മൂലമുണ്ടാകുന്ന ഗുരുതര പാരിസ്ഥിതിക പ്രശ്നങ്ങൾ, തീപിടുത്ത സാധ്യത, ഇതെല്ലാം ഈ സംഭവത്തിന്റെ ഒരു പ്രാധാന്യം അല്ലെങ്കിൽ ഈ സംഭവത്തിന്റെ ഒരു ഗൗരവം വർദ്ധിപ്പിച്ചിരുന്നു. കൊല്ലത്ത് 4ഇടത്തും ആലപ്പുഴയിലും കണ്ടെയ്നറുകൾ അടിഞ്ഞു. സമീപ വീടുകളിലുള്ളവരെ ഒഴിപ്പിക്കും. അതീവ ജാഗ്രതാ നിർദ്ദേശമടക്കം നൽകിയിട്ടുണ്ടായിരുന്നു. കാൽസ്യം കാർബൈഡ് അപകടകരമായ രാസവസ്തുവാണ്. ജലവുമായി ചേർന്നാൽ കത്താനോ സ്ഫോടനത്തിനോ വരെ സാധ്യത ഉണ്ടാകാവുന്ന വസ്തുവാണിത്. ഡീസലിന് പുറമെ ഫർണസ് ഓയിലും ഉള്ളതുകൊണ്ട് തന്നെ ആഘാതങ്ങൾ വലിയ രീതിയിലുള്ള ഒരു ഗുരുതരമാകാനുള്ള സാഹചര്യമുണ്ട്. മാത്രമല്ല, ഈ ഡീസൽ കടവെള്ളത്തിൽ കലർന്നാൽ എന്തൊക്കെ സംഭവിക്കുമെന്നതും വലിയ ആശങ്കാപരമായിരുന്നു. അതായത് ഡീസൽ കടൽ വെള്ളത്തിൽ കലർന്നാൽ മണിക്കൂറുകൾക്കുള്ളിൽ അത് പാളിയായി പടരും. സമുദ്രപ്രവാഹങ്ങളും കാറ്റും പാളിയാകൽ പ്രക്രിയയെ വേഗത്തിലാക്കും. ഈ പാളി സൂര്യപ്രകാശം വെള്ളത്തിലേക്ക് കടക്കുന്നത് തടയുകയും സൂക്ഷ്മജീവികളുടെ പ്രകാശ സംശ്ലേഷണത്തെ ബാധിക്കുകയും ചെയ്യും. നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജന്റെ ഭൂരിഭാഗവും ഇതിൽ ഉൾപ്പെടുന്ന സമുദ്ര ആൽഗകളിൽ നിന്നും ഫൈറ്റോ പ്ലാങ്ടണിൽ നിന്ന് ഉള്ളതാണ് എന്നതാണ് ഏറ്റവും പ്രധാനം. പ്രകാശ സംശ്ലേഷണം തടയപ്പെടുന്നത് സമുദ്ര ഭക്ഷ്യവലയത്തെ വലിയ രീതിയിൽ ബാധിക്കുമെന്ന കാര്യത്തിലും സംശയമില്ല. മാത്രമല്ല, ഈ കടൽ പക്ഷികളും മത്സ്യങ്ങളും അതുപോലെ തന്നെ അവയുടെ തീറ്റ, പുനരുൽപാദനം, ആവാസ വ്യവസ്ഥ എന്നതിനെയൊക്കെ ഈ കാര്യം ബാധിക്കുമെന്ന കാര്യത്തിലും സംശയമില്ല. പോളിസൈക്ലിക് അരോമാറ്റിക് ഹൈഡ്രോ കാർബണുകൾ പോലുള്ള ഡീസലിലെ വിഷസംയുക്തങ്ങൾ സമുദ്രജീവികളിൽ കോശനാശത്തിന് കാരണമാകും. എണ്ണ ചോർച്ച കടലിലെ ഭക്ഷ്യയോഗ്യമായ ചെടികളെയും ബാധിക്കും. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വാർത്താക്കുറിപ്പ് വന്നിട്ടുണ്ട്. അതുകൂടി നോക്കാം. കേരളത്തിന്റെ സമുദ്ര അതിർത്തിയിൽ കപ്പൽ മുങ്ങിയ സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്ന് സാഹചര്യങ്ങൾ വിലയിരുത്തി. തീരപ്രദേശത്തുള്ളവരും മത്സ്യത്തൊഴിലാളികളും ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തോട്ടപ്പള്ളി സ്പിൽവേയിൽ നിന്ന് 14.6 നോട്ടിക്കൽ മൈൽ അകലെയാണ് കപ്പൽ മുങ്ങിയത്. കപ്പലിലെ മുഴുവൻ ജീവനക്കാരെ രക്ഷിച്ചു. തീരപ്രദേശത്തുള്ളവർ ജാഗ്രത പാലിക്കണം. കപ്പലിൽ 643 കണ്ടെയ്നറുകൾ ഉണ്ടായിരുന്നു. ഇവയിൽ 73 എണ്ണത്തിൽ കാലി കണ്ടെയ്നറുകളാണ്.
13 എണ്ണത്തിൽ ചില അപകടകരമായ വസ്തുക്കളാണ്. ഇവയിൽ ചിലതിൽ കാൽസ്യം കാർബൈഡ് എന്ന വെള്ളം ചേർന്നാൽ തീ പിടിക്കാവുന്നതും പൊള്ളലിന് കാരണമാകുന്നതുമായ രാസവസ്തുവുമുണ്ട്. കപ്പലിൽ ഇന്ധനവും ചോർന്നിട്ടുണ്ട് എന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഈ രാത്രിയും രാവിലെയുമായി 9 കണ്ടെയ്നറുകളാണ് കരയ്ക്കടിഞ്ഞത്. ശക്തികുളങ്ങര ഹാർബറിന് സമീപം 4 എണ്ണവും, ചവറയ്ക്ക് സമീപം 3 എണ്ണവും, ചെറിയ അഴീക്കലിൽ 1 എണ്ണവും, ആലപ്പുഴ തൃക്കുന്നപ്പുഴയിൽ മറ്റൊരെണ്ണവും കണ്ടെത്തി. കോസ്റ്റ് ഗാർഡ് 2 കപ്പലുകൾ ഉപയോഗിച്ച് എണ്ണ പടരുന്നത് തടയാൻ നടപടി സ്വീകരിച്ചു വരുന്നുണ്ട്. ഒരു ഡോണിയർ വിമാനം ഉപയോഗിച്ച് എണ്ണ നശിപ്പിക്കുവാൻ പൊടി തളിക്കുന്ന ജോലി പുരോഗമിക്കുന്നുണ്ട് എന്നതടക്കമുള്ള വിശദീകരണം വന്നതാണ്. മാത്രമല്ല ടയർ 2 ഇൻസിഡന്റ് കാറ്റഗറിയിലുള്ള ദുരന്തമാണ് ഇത്. അതുകൊണ്ട് തന്നെ ദേശീയ സേനകളെയും സൗകര്യങ്ങളെയും റിസോഴ്സുകളും ഉപയോഗിച്ചാണ് പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തിയത്. കോസ്റ്റ് ഗാർഡ് ഡയറക്ടർ ജനറലാണ് ദേശീയ എണ്ണപ്പാട പ്രതിരോധ പദ്ധതിയുടെ അധ്യക്ഷൻ. ആലപ്പുഴ, കൊല്ലം, എറണാകുളം, തിരുവനന്തപുരം ജില്ലകളിലെ തീരങ്ങളിലാണ് കണ്ടെയ്നർ എത്താൻ കൂടുതൽ സാധ്യത. എണ്ണപ്പാട പടരാം എന്നതുകൊണ്ട് തന്നെ കേരള തീരത്ത് പൂർണ്ണമായി ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയത്. തീരത്ത് അപൂർവ വസ്തുക്കൾ, കണ്ടെയ്നറുകൾ എന്നിവ കണ്ടാൽ തുടരുത്, അടുത്തു പോകരുത്. അവയുടെ അടുത്ത് കൂട്ടം കൂടരുത്. 200 മീറ്റർ എങ്കിലും അകലെ നിൽക്കണം. 112 എന്ന ഫോൺ നമ്പറിൽ വിളിച്ച് അറിയിക്കാവുന്നതാണ്. മത്സ്യത്തൊഴിലാളികൾ നിലവിൽ കടലിൽ പോകരുത്. കപ്പൽ മുങ്ങിയിടത്തു നിന്നും 20 നോട്ടിക്കൽ മൈൽ അകലെ വരെയുള്ള പ്രദേശത്ത് ആരും മത്സ്യബന്ധനത്തിന് പോകരുത്. അപൂർവ വസ്തുക്കൾ, കണ്ടെയ്നർ എന്നിവ കണ്ടാൽ തുടരുത്, അടുത്തു പോകരുത്. കണ്ടെയ്നറുകൾ കരയിൽ സുരക്ഷിതമായി മാറ്റാൻ JCB ക്രെയിനുകൾ വിനിയോഗിക്കാൻ ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് വകുപ്പിന്റെ നേതൃത്വത്തിൽ 2 വീതം റാപ്പിഡ് റെസ്പോൺസ് ടീമുകൾ തൃശൂർ മുതൽ തെക്കൻ ജില്ലകളും ഓരോ ടീമുകൾ വീതം വടക്കൻ ജില്ലകളും തയ്യാറാക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. എണ്ണപ്പാട തീരത്തെത്തിയാൽ കൈകാര്യം ചെയ്യാൻ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ നേതൃത്വത്തിൽ 2 വീതം റാപ്പിഡ് റെസ്പോൺസ് ടീമുകൾ തൃശൂർ മുതൽ തെക്കൻ ജില്ലകളിലും ഓരോന്ന് വീതം വടക്കൻ ജില്ലകളിലും തയ്യാറാക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയും പോലീസും മറ്റു വകുപ്പുകളും ഇവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യുന്നതായിരിക്കും. കപ്പലിലെ എണ്ണ കടലിന്റെ താഴെത്തട്ടിൽ പെട്ടുപോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കോസ്റ്റ് ഗാർഡ്, നേവി, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ്, ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് എന്നിവരെ ഉൾപ്പെടുത്തി പദ്ധതി തയ്യാറാക്കാനുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഓയിൽ സ്പിൽ കണ്ടിജൻസി കൈകാര്യം ചെയ്യുന്നതിനായി കൂടുതൽ സജ്ജീകരണം ഒരുക്കാൻ കോസ്റ്റ് ഗാർഡ്, പോർട്ട് വകുപ്പ്, നേവി എന്നിവരോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. കണ്ടെയ്നർ, എണ്ണപ്പാട, കടലിന്റെ അടിയിലേക്ക് പൊങ്ങുന്ന എണ്ണ എന്നിവ കൈകാര്യം ചെയ്യുവാൻ പ്രത്യേക നിർദ്ദേശങ്ങൾ ജില്ലകൾക്കും വകുപ്പുകൾക്കും നൽകിയിട്ടുണ്ട്. പൊതുജനങ്ങളുടെ സുരക്ഷ, പരിസ്ഥിതി സംരക്ഷണം, മത്സ്യബന്ധന മേഖലയുടെ സംരക്ഷണം എന്നിവ മുൻനിർത്തിയുള്ള പ്രവർത്തനങ്ങൾക്കായിരിക്കും സംസ്ഥാനം മുൻഗണന നൽകുക. ആരും ആശങ്കപ്പെടേണ്ടതില്ലെന്നും സാധ്യമായ എല്ലാ നടപടികളും വിവിധ സംവിധാനങ്ങളെ ഏകോപിപ്പിച്ച് ചെയ്യുന്നുണ്ടെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. കൂറ്റ ലോഹപ്പെട്ടികൾ പ്രത്യക്ഷപ്പെട്ടതോടെ കൊല്ലം, ആലപ്പുഴ തീരപ്രദേശം വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. തീർച്ചയായിട്ടും ഈ പ്രദേശങ്ങളിലുള്ളവർ ജാഗ്രതയോടെ ആയിരിക്കേണ്ടതുണ്ട്. മാത്രമല്ല തീരപ്രദേശത്ത് അടിഞ്ഞ കണ്ടെയ്നറുകളിൽ ചിലതിൽ 40 അടി ഹൈ ക്യൂബ് റീഫർ കണ്ടെയ്നർ എന്ന കോഡ് വ്യക്തമായി കാണാനാകും. അതുകൊണ്ട് തന്നെ അതായത് കാൽസ്യം കാർബൈഡ് ഉൾപ്പെടെയുള്ള അപകടകരമായ കണ്ടെയ്നറുകളാണ്. അതുകൊണ്ട് തന്നെയാണ് അടുത്തു പോകരുത് എന്ന് പറയുന്നത്. അതായത് 40 അടി ഹൈ ക്യൂബ് റീഫർ കണ്ടെയ്നർ എന്നത് ഒരു പ്രത്യേക തരം കണ്ടെയ്നറാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത. ബിജെപി നേതാക്കന്മാരായിട്ടുള്ള കുമ്മനം രാജശേഖരൻ ജി, പി കെ കൃഷ്ണ